ശ്രീനാരായണീയരെ, നമ്മുടെ നാണു ഇപ്പോൾ വീട്, നാട്, ബന്ധുക്കൾ അങ്ങനെ സ്വന്തമെന്ന് പറയാവുന്ന എല്ലാം തന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നില്ലാത്ത യാത്രയാണ്. ആ യാത്ര എന്തായിരിക്കും? രാത്രികാലങ്ങളിലെല്ലാം വല്ല കടൽപ്പുറത്തോ സത്രങ്ങളിലോ ക്ഷേത്ര സന്നിധിയിലോ ഒക്കെയായിട്ട് കിടക്കും. വളരെയധികം വിശക്കുമ്പോൾ മാത്രം ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ വാങ്ങിക്കഴിക്കും. മുടിയൊന്നും ചീകി വയ്ക്കാറില്ല, ആകെ ഒരു അലങ്കോലമായ പോലെ. അപ്പോൾ കുറച്ച് പേര് നാണു വാശാനെന്ന് വിളിക്കും, വേറെ കുറച്ച് പേര് നാണു ഭക്തനെന്ന് വിളിക്കും, കുറച്ച് പേര് നാണു ഭ്രാന്തനെന്നും വിളിച്ചു. ഈ വിളികൾ മൂന്നും ഏതുമായിക്കോട്ടെ, എല്ലാത്തിനെയും ഒരേപോലെയാണ് നാണു വാശാൻ കൈക്കൊണ്ടത്. ഒരു ദിവസം ഈ വിളിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നാണു എന്നൊരു വിളി കേട്ടു. അദ്ദേഹം വളരെ ഇങ്ങനെ നോക്കുമ്പോൾ നേരത്തെ അവർ ഗുരുകുലത്തിൽ പഠിച്ചിരുന്ന കൂട്ടുകാരനാണ്. അതായത് പെരുന്നെല്ലി കൃഷ്ണൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവർ തമ്മിൽ വളരെ സൗഹൃദമായൊരു ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ കാണുകയും, കൃഷ്ണൻ അന്ന് കവിതാരചനയൊക്കെ നടത്തും, ഇപ്പോഴും അതൊക്കെ തന്നെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അവരൊന്നിച്ച് കുറേ നേരം യാത്ര ചെയ്തു. എന്നിട്ട് പെരുന്നെല്ലി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഗുരുവിനെ കൂട്ടിക്കൊണ്ടുപോയി. ആ മാതാവിന് വളരെയധികം സ്നേഹവായ്പോടുകൂടിയാണ് ഗുരുവിനെ സൽക്കരിച്ചു. അവരുടെ നിർബന്ധം കൂടിയായപ്പോൾ കുറച്ച് ദിവസം ഇവിടെ തങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് അറിയുന്ന ആ വീട്ടിൽ നല്ലൊരു ഗ്രന്ഥപ്പുരയുണ്ട്. എന്നാൽ പിന്നെ അവിടെ ആവട്ടെ തൻ്റെ ഇരിപ്പെന്ന് വെച്ചു. കുറേ ദിവസം അദ്ദേഹം നോക്കി. അപ്പോഴോ മഹത്തുക്കളായ ആചാര്യന്മാരുടെയും സിദ്ധന്മാരുടെയും വൈദ്യന്മാരുടെയും അതുപോലെ സംസ്കൃതവും തമിഴും അതുപോലെ കാളിദാസൻ്റെ മഹാകാവ്യങ്ങളും എല്ലാ ഗ്രന്ഥപ്പുരയിലുണ്ട്. എന്താ പറയുക, ഈ പുസ്തകമെല്ലാം കണ്ടപ്പോഴത്തേന് വിശന്ന് വലഞ്ഞ ഒരു കുട്ടിക്ക് ഭക്ഷണം കിട്ടുന്ന പോലെ നാണു വാശാൻ അതെല്ലാം വേഗം തന്നെ മനപ്പാഠമാക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ അതിനിടയിൽ ഒരു ദിവസം ഈ ഗ്രന്ഥപ്പുരയുടെ വാതുക്കലൊരു കാൽപ്പെരുമാറ്റം കേട്ടു. നോക്കിയപ്പം അറിയില്ല, ഒരാൾ അവിടെയുണ്ട്. പുള്ളിയുടെ ആണെങ്കിലും താടിയും മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കമില്ലാതെ അലങ്കോലമായിട്ട് കിടക്കുന്നു. കൃഷ്ണൻ വൈദ്യരെ നാണു വാശാനെ പരിചയപ്പെടുത്തി വന്നയാളുമായിട്ട്. പുള്ളിയുടെ പേര് ഷൺമുഖദാസൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളെന്നും അറിയപ്പെടും. ആ സിദ്ധനുമായിട്ട് ഗുരുദേവൻ വളരെ വേഗം അടുത്തു. അതെങ്ങനെ, ഒരു മുൻജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ കണ്ടുമുട്ടിയ പോലെ ഒരു പരിചയം. അത് വേഗം തന്നെ സൗഹൃദത്തിലായി, തമ്മിൽ പിരിയാനാവാത്ത പോലെ അവരൊന്നിച്ചായി. പിന്നീടുള്ള യാത്രകളെല്ലാം രണ്ടുപേരുടെ ഒന്നിച്ചായി. അങ്ങനെ ചട്ടമ്പി സ്വാമിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഗുരുവിനെ നല്ലൊരു തലത്തിലേക്ക്, അവരെ ഒന്നിച്ചുള്ള യാത്രയ്ക്ക് അത് മുന്നോട്ട് നയിക്കാൻ കാരണമായിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.